പ്രാർത്ഥനയോടെ എന്നെ കേൾക്കുന്ന എല്ലാവരെയും കർത്താവ് ഇന്ന് സമൃദ്ധിയായി അനുഗ്രഹിക്കും, യാതൊരു സംശയവുമില്ല. നമ്മുടെ ജീവിതത്തിന് വേണ്ടുന്ന ഏറ്റവും അത്യാവശ്യമായി നാം അറിഞ്ഞിരിക്കുകയും ഓർത്തിരിക്കുകയും ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട ചില ചിന്താവിഷയങ്ങളാണ് ഇന്ന് പങ്കുവയ്ക്കാനായിട്ട് താല്പര്യപ്പെടുന്നത്. അതിനാധാരമായി വായിക്കാനായിട്ട് താല്പര്യപ്പെടുന്നത് യെരമ്യാവിൻ്റെ പുസ്തകം 31-ാമത്തെ അധ്യായം അതിൻ്റെ 29, 30 വാക്യങ്ങൾ വായിക്കാനായിട്ട് താല്പര്യപ്പെടുന്നു. യെരമ്യാ പ്രവചന പുസ്തകം 31-ാമത്തെ അധ്യായം 29, 30 വാക്യങ്ങൾ ഇങ്ങനെ വായിക്കുന്നു. അപ്പന്മാർ പച്ചമുന്തിരിങ്ങ തിന്നു, മക്കളുടെ പല്ല് പുളിച്ചു എന്ന് അവർ അന്നാളിൽ ഇനി പറയുകയില്ല. ഓരോരുത്തൻ താൻ്റെ അകൃത്യ നിമിത്തമത്രേ മരിക്കുന്നത്. പച്ചമുന്തിരിങ്ങ തിന്നവൻ്റെ പല്ലേ പുളിക്കുകയുള്ളൂ. യെരമ്യാ പ്രവചനം 31-ാമത്തെ അധ്യായം 29, 30 വാക്യമാണ് വായിച്ചത്. അവിടെ പറയുന്നത് ഇങ്ങനെയാണ്, പഴഞ്ചൊല്ല് പറഞ്ഞിരിക്കുകയാണ്, അപ്പന്മാർ പച്ചമുന്തിരിങ്ങ തിന്ന് മക്കളുടെ പല്ല് പുളിച്ചു. അത് സാധാരണ ഇസ്രായേലിൽ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യമാണ്, അതിനെക്കുറിച്ച് ഓർമ്മപ്പെടുത്തിയാണ്. എന്നാൽ അത് മാറ്റം വരാൻ പോവുകയാണ്. അത് ശരിയായിരുന്നു, ആ കാര്യം അങ്ങനെയാണ്. കാരണം പഴയ നിയമ വ്യവസ്ഥ അനുസരിച്ച് പിതാക്കന്മാർ ചെയ്ത പാപത്തിന് ശിക്ഷ അടുത്ത ജനറേഷൻ അനുഭവിക്കണം. 3, 4 തലമുറ വരെ അതിൻ്റെ കെടുതികൾ അനുഭവിക്കണമായിരുന്നു. അതുകൊണ്ടാണ് ആ പഴഞ്ചൊല്ല് നിലവിൽ വന്നത്. അപ്പം പച്ച മുന്തിരിങ്ങ തിന്ന മക്കളുടെ പല്ല് പുളിക്കുന്നൊരു സ്ഥലം. എന്നാൽ യെരമ്യാ പ്രവാചകനോട് പരിശുദ്ധാത്മാവ് ഇടപെട്ട് പറഞ്ഞു, ഇതിനൊരു വ്യത്യാസം വരാൻ പോവുക, ഇതിനൊരു മാറ്റം വരാൻ പോവുക. ഒരു കുറച്ച് കാലം കഴിയുമ്പോൾ ഒരു മാറ്റം വരാൻ പോവുക. അപ്പന്മാർ പച്ചമുന്തിരിങ്ങ തിന്ന അവരുടെ പല്ല് മാത്രമേ പുളിക്കുള്ളൂ, മക്കളുടെ പല്ല് പുളിക്കില്ല എന്ന ഒരു കാര്യം ഓർമ്മപ്പെടുത്തുന്നതായിട്ട് കാണാനായിട്ട് കഴിയുന്നു. ഇനി നമുക്ക് ചേർന്ന് വായിക്കാനായിട്ട് അടുത്ത വാക്യം വായിക്കുന്നു. ലൂക്കോസിന്റെ സുവിശേഷം 23-ാമത്തെ അധ്യായം 28-ാമത്തെ വാക്യം വായിക്കുന്നു. ലൂക്കോസിന്റെ സുവിശേഷം 23-ന്റെ 28-ാമത്തെ വാക്യം. യേശു തിരിഞ്ഞു അവരെ നോക്കി, യെരുശലേം പുത്രിമാരെ, എന്നെ ചൊല്ലി കരയണ്ട, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ചൊല്ലി കരവിൻ. ഇത് യേശു തമ്പുരാൻ ക്രൂശുമെടുത്ത് നടന്നു പോകുന്ന ഒരു ഘട്ടത്തിൽ പറഞ്ഞ വാചകമാണ്. ഒന്ന് ഓർത്തു നോക്കി. ഭാരമേറിയ കുരിശെടുത്ത് യേശു നടക്കുക, ശരീരം മുഴുവൻ മുറിവേറ്റിരിക്കുന്നു, രക്തം വാർന്നൊഴുകി വീഴുന്നതിനാൽ ശരീരം വേച്ചു വിറച്ച് ഇടയ്ക്കിടയ്ക്ക് നിലത്ത് വീഴുന്നുണ്ട്. ആ ശരീരം ക്ഷീണിതമായി കഴിഞ്ഞു. അത്രയും ഭാരം അനുഭവിച്ച്, ഇത്രയും കഷ്ടം അനുഭവിച്ച് പോകുമ്പോൾ മറ്റുള്ളവരെ നോക്കി തന്നെ സ്നേഹിക്കുന്ന ഒരു കൂട്ടം ആളുകൾ, ഒരു കൂട്ടം സ്ത്രീകൾ കരഞ്ഞുകൊണ്ട് വരുന്നുണ്ട്. അവരെ നോക്കി ആ സമയത്ത് കൊടുത്ത ഒരു ഉപദേശമാണ്. ആ ഉപദേശം ഇങ്ങനെയാണ്, നിങ്ങളെ ചൊല്ലി നിങ്ങളുടെ മക്കളെയും ചൊല്ലി കരവിൻ എന്ന് പറഞ്ഞു. ഇതിന് ചരിത്ര പശ്ചാത്തലമൊക്കെ ഉണ്ട്. ഇതങ്ങനെ അതുപോലെ തന്നെ സംഭവിക്കുകയും കരയുന്ന അവസ്ഥകളൊക്കെ ഉണ്ടായതായിട്ട് നമുക്കറിയാലോ. ഇസ്രായേൽ ജനതയെ കൊന്നു മുടുക്കുന്ന അവസ്ഥകളൊക്കെ വന്ന് രക്തം അങ്ങ് തളം കെട്ടിയ അനുഭവങ്ങളൊക്കെ അവിടെ ഉണ്ടായതും ആ പ്രവചനം നിവൃത്തിയതായതൊക്കെ നമുക്കറിയാം. എന്നാൽ ഈ തിരുവചന ഭാഗത്തിന് ഇന്നും പ്രസക്തിയുണ്ട്. ഒരു കൊച്ചു കാലഘട്ടത്തിന് വേണ്ടി മാത്രമായിട്ടൊരു തിരുവചന ഭാഗം പറയുന്നില്ല. ആ തിരുവചന ഭാഗം എപ്പോഴും ശക്തിയുള്ളതാണ്. ആ തിരുവചന ഭാഗം ഇവിടെ പറയുന്നുണ്ട്. ഞാനിത് വായിക്കാൻ കാരണം നമ്മൾ ആദ്യം വായിച്ച വാക്യത്തിലും നമ്മൾ ശ്രദ്ധിച്ചത് തലമുറയെക്കുറിച്ചുള്ള കാര്യമാണ്. ഇവിടെയും പറയുന്നത് മക്കളെ ചൊല്ലിയുള്ള കാര്യം തന്നെയാണ് പറയുന്നത്. ഞാൻ ഒരു വാക്യം കൂടെ വായിക്കാം. അത് യെരമ്യാ പ്രവചനത്തിൽ നിന്ന് തന്നെ നമ്മൾ വായിച്ച അധ്യായത്തിൽ നിന്ന് തന്നെ അതിൻ്റെ 15, 16 വാക്യം വായിക്കുകയാണ്. അവിടെ യെരമ്യാ പ്രവചനം 31-ന്റെ 15, 16 വാക്യങ്ങൾ ശ്രദ്ധിക്കണമേ. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, രാമയിൽ ഒരു ശബ്ദം കേൾക്കുന്നു, വിലാപവും കഠിനമായുള്ള കരച്ചിലും തന്നെ. റാഹേൽ തൻ്റെ മക്കളെക്കുറിച്ച് കരയുന്നു, അവർ ഇല്ലായ്കയാൽ അവരെ ചൊല്ലി ആശ്വാസം കൈക്കൊള്ളുവാൻ അവൾക്ക് മനസ്സില്ല. അടുത്ത വാക്യം, യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, കരയാതെ നിന്റെ ശബ്ദവും കണ്ണുനീർ വാർക്കാതെ നിന്റെ കണ്ണ് അടക്കിക്കൊള്ളുക, നിന്റെ പ്രവൃത്തിക്ക് പ്രതിഫലം ഉണ്ടാകും. ഇവിടെ യെരമ്യാ പ്രവാചകന് ഒരു ദർശനം കൊടുക്കുക, ഒരു ഫ്ലാഷ് ബാക്ക് ദർശനം. വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു കാര്യത്തെക്കുറിച്ചുള്ള ദർശനം കൊടുക്കുകയാണ്. അവിടെ പറഞ്ഞിരിക്കുന്നത് റാഹേൽ കരയുന്ന കാര്യമാണ് പറഞ്ഞത്. റാഹേൽ കരയുമ്പോൾ കർത്താവ് പറഞ്ഞു, നീ കരച്ചിൽ നിർത്തിക്കോ, കരഞ്ഞിട്ട് കാര്യമൊന്നുമില്ലെന്ന് പറഞ്ഞേ, കണ്ണ് അടച്ചോളാൻ പറയുക എന്ന് പറഞ്ഞാൽ നീ മരിച്ചോളാൻ പറയുന്ന ഒരു ഘട്ടമാണ്. ആ അന്ത്യരംഗമാണ് അവിടെ പറയുന്നത്. ഞാൻ അല്പം കഴിഞ്ഞതിന് ശേഷം മുന്നോട്ട് പോയതിനു ശേഷം ഞാൻ ആ ഭാഗങ്ങളൊക്കെ വിശദീകരിക്കാം. നമ്മൾ ഗഹനമായി പഠിക്കേണ്ട ഒരു വിഷയമായതുകൊണ്ടാണ് ഞാൻ അല്പം ചില വാക്യങ്ങൾ ശ്രദ്ധയിൽ കൊണ്ടുവന്നതിന് ശേഷം ഞാൻ ആ കാര്യത്തെക്കുറിച്ച് വ്യക്തമാക്കാനായിട്ട് താല്പര്യപ്പെടും. ഇനി മറ്റൊരു വ്യക്തി തലമുറയെക്കുറിച്ച് കരയുന്ന മറ്റൊരു ഭാഗം കൂടെ വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 37-ാമത്തെ അധ്യായം അതിൻ്റെ 34, 35 വാക്യങ്ങൾ. ജെനസിസ് ചാപ്റ്റർ 37, 34 and 35. അത് നമുക്ക് പരിചയമുള്ള വാക്യമാണ്. അവിടെ ഇങ്ങനെ കാണുന്നു, യാക്കോബ് വസ്ത്രം കീറി അരയിൽ രട്ടുശീല ചുറ്റി ഏറിയ നാൾ തൻ്റെ മകനെ ചൊല്ലി ദുഃഖിച്ചുകൊണ്ടിരുന്നു. അവൻ്റെ പുത്രന്മാരും പുത്രിമാരും എല്ലാം അവനെ ആശ്വാസം കൈക്കൊള്ളുവാൻ മനസ്സില്ലാതെ അവർ പറഞ്ഞ ആശ്വാസം ഒന്നും യാക്കോബിന് കൈക്കൊള്ളാൻ പറ്റുന്നില്ല.
എന്നിട്ട് പറയാം, ഞാൻ ദുഃഖത്തോടെ എൻ്റെ മകൻ്റെ അടുക്കൽ പാതാളത്തിൽ ഇറങ്ങുമെന്ന് പറഞ്ഞു. ഇങ്ങനെ അവൻ്റെ അപ്പൻ അവനെക്കുറിച്ച് കരഞ്ഞുകൊണ്ടിരുന്നു. എനിക്ക് ഭയങ്കര സംശയം തോന്നി. യാക്കോബേ, നിനക്ക് എന്താ പറ്റിയേ? നമ്മൾ ചോദിച്ചു പോവില്ലേ അറിയാതെ? ഒന്ന് നോക്കിയേ, യാക്കോബിന് എന്ത് നഷ്ടം വന്നേ? വെട്ടിപ്പിടിച്ചുണ്ടാക്കിയ ധനത്തിൽ ഒരു ചില്ലിക്കാശ് പോലും നഷ്ടം വന്നിട്ടില്ല. മൊത്തം ധനം കയ്യിൽ ഇപ്പോൾ ഉണ്ട്. വല്ല നഷ്ടമുണ്ടോ? ഇനി ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ഒരു മകനെ നഷ്ടപ്പെട്ടു എന്നുള്ളൊരു വാർത്ത കേട്ടിട്ടേ ഉള്ളൂ. ആ വാർത്ത കേൾക്കുമ്പോൾ ഇത്രയധികം ദുഃഖിക്കാൻ മാത്രം വല്ലതും ഉണ്ടോ? 12 ആൺമക്കളും ഒരു മോളുമുള്ള 13 മക്കളുള്ള അപ്പൻ്റെ ഒരു മകൻ നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞപ്പോൾ നിർത്താൻ പറ്റാത്ത കരച്ചിൽ. മക്കളൊക്കെ വന്ന് ആശ്വസിപ്പിക്കാൻ നോക്കിയാലും കരച്ചിൽ നിർത്താൻ പറ്റുന്നില്ല. ഏറിയ നാൾ കരഞ്ഞുകൊണ്ടിരിക്കുക, എന്നും അത് കരഞ്ഞുകൊണ്ടിരിക്കുക. പിന്നീട് നമ്മൾ കാണുന്നത്, ഈ കരച്ചിലിന്റെ അവസാനം കാണുന്ന ഒരു കാഴ്ചയുണ്ട്. എന്താ കാര്യം അറിയോ? അന്ന് തൊട്ട് ആള് ശവം പോലെയായി, ചൈതന്യം നഷ്ടപ്പെട്ടു. ഒരു വ്യക്തിയുടെ ചൈതന്യം നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ കട്ടിലിൽ കയറി കിടക്കുകയാണ്, ഡെഡ് ബോഡി പോലെ. ഈ മനുഷ്യൻ കിടക്കാൻ തുടങ്ങി, ഡെഡ് ബോഡി പോലെ കിടക്കാൻ തുടങ്ങി. യാക്കോബേ, നീ ഇങ്ങനെ കരയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. കാരണം നീ ഏറ്റവും സ്നേഹിച്ച നിന്റെ ഭാര്യ റാഹേൽ മരിച്ചപ്പോൾ ഇങ്ങനെ ഒരു ദുഃഖം കാണുന്നില്ലല്ലോ. ഇതെന്താ ഇങ്ങനെ? ഇതൊരു സത്യമാണ്. ഇതാ കർത്താവ് ഓർമ്മപ്പെടുത്തിയത്. ഞാൻ ഇവിടെ തൊട്ടാണെങ്കിൽ നമ്മുടെ ചിന്താവിഷയത്തിലേക്ക് കിടക്കുന്നത്. ദൈവമക്കളെ, ഒരു പ്രായം കടന്നു ചെല്ലുമ്പോൾ ആ വ്യക്തികൾ, അല്ലെങ്കിൽ വാർദ്ധക്യം വരുമ്പോൾ, അല്ലെങ്കിൽ മരണം അടുത്ത് വരുമ്പോൾ അവരെ അലട്ടുന്ന 2 പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. ഒന്ന് അവരെക്കുറിച്ചുള്ളൊരു ചിന്ത, മറ്റൊന്ന് അവർ തലമുറയെക്കുറിച്ചുള്ള ചിന്ത. ഈ 2 ചിന്തകളിലും ആശ്വാസം കിട്ടിയില്ലെങ്കിൽ സമാധാനത്തോടെ ഒരു നരയും ദൈവസന്നിധിയിലേക്ക് പോകില്ല. ഇതറിയുന്ന കർത്താവാണ് അന്ന് ഇസ്രായേൽ മക്കളോട് പറഞ്ഞത്, നിങ്ങൾ കരയേണ്ട ഒരു വിഷയമുണ്ട്. വളരെ ഗൗരവമുള്ള വിഷയമാണ് അന്ത്യനിമിഷങ്ങളിൽ പറയുന്നത് എന്ന് നമ്മൾ ഓർക്കുകയാണെങ്കിൽ ഓർക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഇതാണ്. കാരണം നമ്മുടെയും അന്ത്യനിമിഷം വരുമ്പോൾ നാം ഓർക്കേണ്ടുന്ന ഏറ്റവും പരമപ്രധാനമായ വിഷയം ഇതായിട്ടിരിക്കുന്നു. എന്താണ്? നിങ്ങളെ ചൊല്ലിയും നിങ്ങളുടെ മക്കളെയും ചൊല്ലിക്കരവിൻ. ഇതാ ഇവിടെ കാണുന്നത്. ഒരു പ്രധാന ഘട്ടം വരുന്ന സമയത്ത് നമുക്ക് അക്കരെ നാട്ടിൽ പോകാനൊക്കെ സന്തോഷമാണെന്ന് പറഞ്ഞാലും നമ്മുടെ മക്കളെ കുറിച്ച് ഓർക്കുമ്പോൾ പലരും പറഞ്ഞത് അതാ, എനിക്ക് പോകുന്നതിന് മരിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല, എൻ്റെ മക്കളൊന്നും ആയിട്ടില്ലെന്ന് ഓർക്കുമ്പോൾ, അവരെ കുറിച്ച് ഓർക്കുമ്പോഴാണ് ഞാൻ ഈ കരയുന്നത്. ഇല്ലെങ്കിൽ വേണ്ട, ഞാൻ ഒന്നും കൂടെ പറയാം. നമുക്ക് എന്തെങ്കിലും ഒരു ചെറിയ പ്രയാസം വന്നാലും രോഗം വന്നാലും നാം കുറേയൊക്കെ ആശ്വാസം കൈക്കൊള്ളും. എന്നാൽ നമ്മുടെ തലമുറയ്ക്ക് എന്തെങ്കിലും ചെറിയൊരു പ്രശ്നം വന്നെന്ന് പറഞ്ഞാൽ നമ്മുടെ ഹൃദയം അങ്ങ് കിടുങ്ങിപ്പോവും. ഒരുപക്ഷെ പറഞ്ഞാൽ യാക്കോബിന്റെ അവസ്ഥയിലേക്ക് നമ്മൾ പോയെന്ന് വരും. എന്താ? ചൈതന്യം നഷ്ടപ്പെടും. പിന്നെ ഭക്ഷണം വേണ്ട, ഉറക്കമില്ല, സന്തോഷം നഷ്ടപ്പെട്ട് നാം അവശരായി പോകുന്ന ഒരു ഘട്ടമൊക്കെ ഉണ്ട്. ഇതറിയാം, ഇതെല്ലാ മനുഷ്യർക്കും ഉണ്ട്. ഇതാണ് കർത്താവ് അറിഞ്ഞുകൊണ്ട് പറഞ്ഞത്, ഇത് ഒരു വലിയ പ്രതിസന്ധി ഘട്ടമാണ്. ഇതൊരു വലിയ പ്രതിസന്ധി ഘട്ടമാണ്. നാം ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. ആരുടെ ഫോണും മ്യൂട്ടല്ല കേട്ടോ, ഒന്നൊന്ന് ശ്രദ്ധിക്കണം. ഫോൺ മ്യൂട്ടാക്കാത്തവരെ ഒന്ന് മ്യൂട്ട് ചെയ്ത് വെച്ചേരും. അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നോക്ക്, യിരെമ്യാവ് കാണുന്ന ഒരു കാഴ്ച നോക്ക്. ഒരു ചെറുപ്പക്കാരി, ആ ചെറുപ്പക്കാരി പെണ്ണ് വല്ലാതെ അലമുറയിട്ട് കരയുക. എന്നാ കരച്ചിലാന്ന് കാണാൻ വയ്യ. യിരെമ്യാവ് കണ്ടോണ്ടിരിക്കുക ആ കാഴ്ച. വളരെ വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു സംഭവത്തെ യിരെമ്യാവിന്റെ കണ്ണു നോക്കി കാണിച്ചു കൊടുക്കുക. അവൾ നിന്ന് വാവിട്ട് കരയുക. അവൾ കരയുന്നത് അവളുടെ പുത്രന്മാരെ ചൊല്ലിയാണ് കരയുന്നത്. അവളുടെ മക്കളെ ചൊല്ലി അവൾ കരയുക. മക്കളെ ചൊല്ലി അവൾക്ക് ആശ്വാസം കൊള്ളാൻ പറ്റുന്നില്ല. അവളുടെ മക്കളുടെ കാര്യം ആലോചിക്കുമ്പോൾ അവളുടെ കാര്യം ആലോചിക്കുന്നത് വേറൊരു വിഷയം. അങ്ങനെയാണ് കരഞ്ഞു തുടങ്ങിയത്. പക്ഷെ പെട്ടെന്ന് അവൾക്ക് ഓർമ്മ വന്നു, തൻ്റെ മക്കളെ കുറിച്ച് ഓർത്തപ്പോൾ കരച്ചിൽ നിർത്താൻ പറ്റുന്നില്ല, അടക്കാൻ കഴിയാതെ കരയുക. അവളുടെ കരച്ചിൽ കണ്ടപ്പോൾ ദൈവം അവളെ അടുത്ത് വന്നു, അവളെ ആശ്വസിപ്പിക്കുക. എന്നിട്ട് പറയുകയാണ്, നീ ഇനി കരയണ്ട, ആശ്വാസം കൊണ്ടോ, നീ കരയണ്ട, നീ കരച്ചിൽ നിർത്തിക്കൂ, നിന്റെ വിഷയമൊക്കെ എനിക്ക് മനസ്സിലായി, നീ എൻ്റെ കണ്ണടച്ചോ, നീ അങ്ങ് മരിച്ചോ, നീ കരഞ്ഞ വിഷയം ഞാൻ ഏറ്റെടുത്തു. എന്താ കരഞ്ഞ വിഷയം? മക്കളുടെ കാര്യം. അത് ഞാൻ ഏറ്റെടുത്തു, ഇനി നീ ആശ്വാസത്തോടെ മരിച്ചോളാൻ പറയുകയാണ്. അങ്ങനെയാണ് റാഹേൽ മരിക്കുന്നത്. യിരെമ്യാവ് കണ്ടു, അത് റാഹേലാ. ആ പെൺകുട്ടി വേറെ ആരുമല്ല, അത് റാഹേലാ. ആ കഥ നമുക്കറിയാമല്ലോ അല്ലേ? ഞാൻ എന്നാലും ഇതൊന്നും മനസ്സിലാവാൻ വേണ്ടി ഒരു അല്പഭാഗം വിശദീകരിക്കാം അല്ലേ? ലാബാന്റെ 2 പെൺമക്കൾ. മൂത്തവള്
ഒരല്പം വൈകല്യമുണ്ട്. വൈകല്യം എന്ന് പറഞ്ഞാൽ കണ്ണിന് ഒരല്പം പ്രശ്നമാണ്. കണ്ണ് ചൊവ്വുള്ളതാണെങ്കിൽ ശരീരം മുഴുവൻ അല്ലെങ്കിൽ ആ സൗന്ദര്യമൊക്കെ കാണും. കണ്ണിന് ലേശം മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ എത്ര സൗന്ദര്യം ഉണ്ടെങ്കിൽ അതിനൊരു ചെറിയ വിഷമം തന്നെയാണ്. എന്നാൽ റാഹേൽ അനിയത്തി അവൾ വളരെ സുന്ദരിയാണ്. അതുകൊണ്ട് യാക്കോബ് അവളെ സ്നേഹിച്ചു. പക്ഷെ നമുക്കറിയാം, അധികം വിശദീകരിക്കാതെ പറയാം, ചെറുതായി ഒന്ന് പറയാം. അതേ, യാക്കോബ് രണ്ടുപേരെയും വിവാഹം കഴിച്ചു. അവരുടെ കുടുംബജീവിതം ആരംഭിച്ചു. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. ചേച്ചിയുടെ പ്രശ്നം ശാരീരിക വൈകല്യമായിരുന്നെങ്കിൽ അനീത്തിയുടെ പ്രശ്നം അതിലും ഗുരുതരമായ പ്രോബ്ലംസാണ്. കാരണം അവൾക്ക് പ്രശ്നം വൈകല്യം സ്വഭാവത്തിലാണ്. ഒത്തിരി സ്വഭാവ വൈകല്യമുള്ളവളായിരുന്നു ഈ സൗന്ദര്യമുള്ളവൾ. അവളുടെ സ്വഭാവ വൈകല്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അവൾക്ക് അസൂയുണ്ട്. അവൾ ജ്യേഷ്ഠത്തിയോട് അസൂയപ്പെടും. അഹങ്കാരം ഭയങ്കരമായിരുന്നു സൗന്ദര്യമുള്ളതുകൊണ്ട്. ഇനി എന്തോ മോഷണം നടത്തും, നുണ പറയും. ഒന്ന് ഓർത്തു നോക്കി. ഭർത്താവിനെ വഞ്ചിക്കാൻ മടിയില്ല, അപ്പനെ വഞ്ചിക്കാൻ മടിയില്ല. ദൈവഭയമില്ലാത്ത ഒരു ജീവിതം. ഇനി അത് മാത്രം, അന്യ ദൈവങ്ങളോടാണ് കൂടുതൽ താല്പര്യം. കൂട്ടത്തിൽ വേണമെങ്കിൽ നമ്മുടെ ദൈവം ആയിക്കോട്ടെ എന്ന് പറയുന്ന ഒരു ചിന്തയാണ്. ഐശ്വര്യം കൊണ്ടുവരുന്നത് അന്യദൈവങ്ങളാണെന്നുള്ള ഒരു തെറ്റിദ്ധാരണ. ഇതെല്ലാം അവർക്ക് പ്രശ്നമുണ്ട്. പക്ഷേ യിരെമ്യാവിനെ ഈ രംഗം കാണിച്ചു കൊടുത്തിട്ട് എന്തിനാ കാണിച്ചു കൊടുത്തതെന്ന് ചോദിച്ചാൽ ഒരു കാര്യം പറയാനാ, വേറെ ഒന്നുമല്ല. ഇത്രയൊക്കെ പ്രശ്നമുള്ള ഇവള്, അവളോട് ദൈവം കരുണ കാണിക്കുകയാണ്. ഞാൻ ഒന്നുകൂടെ ഒരു സ്വല്പം കൂടെ ആഴത്തിലേക്ക് വരികയാണെങ്കിൽ, ഇവർക്ക് ഇത്രയും പ്രശ്നം ഉണ്ടായിരുന്നപ്പോ, ഇത്രയും വൈകല്യമുള്ളവളാ, എങ്കിലും ദൈവം അവളോട് കരുണ കാണിച്ചു. അവക്ക് ഒരു മകനെ കൊടുത്തു. ജ്യേഷ്ഠ സഹോദരിക്ക് കിട്ടിയ എത്ര മക്കളുണ്ടെങ്കിലും അതിനേക്കാളും ഏറ്റവും പത്തരമാറ്റെന്നൊക്കെ പറയത്തക്ക വണ്ണമുള്ള ഐശ്വര്യമുള്ള ഒരു മകനെ കൊടുത്തു. പേര് ജോസഫ്. ജോസഫ് ഏത് വീട്ടിലാണെങ്കിലും അവിടെ ഐശ്വര്യം വന്നു പറയും. ശരിയാണോ? ജോസഫ് വീട്ടിലുണ്ടെങ്കിൽ യാക്കോബിന്റെ ആടുകൾ പെറ്റുപെരുകും, ധനം കുമിഞ്ഞു കൂടുക, അങ്ങ് വർദ്ധിച്ചു വരിക. നീ യോസഫ് പോത്തിഫറിന്റെ വീട്ടിൽ പോയി നോക്ക്, അവിടെ സമൃദ്ധി വരാൻ പോവുക, അവിടെ അനുഗ്രഹം വരാൻ പോവുക. ജോസഫ് കാരാഗ്രഹത്തിൽ ചെന്നോ, അവിടെയും അനുഗ്രഹം തന്നെയാണ്. ജോസഫ് ഈജിപ്തിലെ കൊട്ടാരത്തിൽ ചെന്നാൽ അവിടെയും കലവറകൾ നിറയും. ഇത്രയും അനുഗ്രഹിക്കപ്പെട്ട ഒരു മകനെ ദൈവം കൊടുത്തു. റാഹേലിന് കിട്ടി. തന്ന ദൈവത്തോട് നന്ദി കാണിക്കാൻ അവൾക്ക് കഴിഞ്ഞില്ല. അവൾക്ക് യാതൊരു മാനസാന്തരവും വന്നില്ല. അവളിൽ ഈ അനുഗ്രഹം, ഈ മകനിലൂടെയുള്ള അനുഗ്രഹമൊന്നും അവളിലേക്ക് വന്നില്ല. നോക്കണേ, ഒരു പരാജയം നോക്ക്. എന്നിട്ടും ദൈവം വീണ്ടും അവളോട് കരുണ കാണിച്ചു. ദൈവമക്കളെ, നാം ഒന്ന് ശ്രദ്ധിക്കണം. നമുക്ക് ചില അനുഗ്രഹങ്ങൾ കിട്ടിയില്ലേ, ചില നന്മകൾ ദൈവം കരുണ കാണിച്ച് തന്നില്ലേ, അതൊക്കെ തന്നത് നമ്മിൽ കുറവില്ലാത്തത് കൊണ്ടല്ല. നമ്മിൽ മറ്റുള്ളവരെക്കാൾ കുമിഞ്ഞു കൂടിയ പ്രശ്നങ്ങൾ നമുക്കുണ്ട്. മറ്റുള്ളവരെക്കാൾ അധികമായ ഒത്തിരി പ്രശ്നങ്ങൾ, ഒത്തിരി പാപങ്ങൾ, ഒത്തിരി തെറ്റുകൾ, ഒത്തിരി കുറവുവശങ്ങൾ, ഒത്തിരി പോരായ്മകൾ നിറഞ്ഞു നിൽക്കുമ്പോഴും കരുണയുള്ള ദൈവം വീണ്ടും കരുണ കാണിക്കുക. അവളോട് കരുണ കാണിച്ചു. അവൾ വീണ്ടും ഗർഭിണിയായിരിക്കുക. ഈ സമയത്ത് നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാഴ്ച, ദൈവം ഇടപെട്ട് യാക്കോബിനോട് പറഞ്ഞു, യാക്കോബേ, നീ സ്വന്തം ഭവനത്തിലേക്ക് മടങ്ങുവാൻ സമയമായി, പുറപ്പെട്ടോളാൻ പറഞ്ഞു. അവൻ കാര്യങ്ങളൊക്കെ രണ്ട് ഭാര്യമാരെയും വിളിച്ച് പറഞ്ഞു, വേണ്ടതൊക്കെ എടുത്ത് കിറക്കി എല്ലാം പെറുക്കി കെട്ടിക്കൊള്ളാൻ പറഞ്ഞു. അവരെല്ലാം പ്രിപ്പയർഡായി. ഒരു ദിവസം കാത്തിരുന്നു. ലാബാൻ പോയി. ചില ദിവസങ്ങൾ കഴിഞ്ഞേ വരുള്ളൂ. രോമം കത്തിരിക്കുന്ന പരിപാടിയൊക്കെ ആയിട്ട് പോയതാ. അപ്പൊ ലാബാൻ ഇല്ലാത്ത തക്കം നോക്കി യാക്കോബ് കുടുംബസമേതം ഇറങ്ങി പുറപ്പെട്ടു. നമുക്കറിയാം, അല്പദൂരം കഴിഞ്ഞപ്പോൾ, 3 ദിവസം കഴിഞ്ഞപ്പോൾ ലാബാന് വിവരം കിട്ടിയപ്പോൾ അവൻ അന്വേഷിച്ചിറങ്ങി. ലാബാന്റെ എന്തെങ്കിലും നഷ്ടപ്പെട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല. യാക്കോബ് അതാ പറയുന്നു, ഞാൻ നിന്റെ ഒന്നും അപഹരിച്ചു കൊടുത്തിട്ടില്ലല്ലോ, ഞാൻ എൻ്റെ സാധനങ്ങൾ മാത്രമായിട്ടല്ലേ വന്നേ. പക്ഷേ ലാബാൻ ഒരു കാര്യം പറഞ്ഞു, ഒരു മിസ്സിങ് അവിടെ ഉണ്ട്, എൻ്റെ ഗ്രഹബിംബങ്ങളെ കാണാനില്ല. ആ സമയത്ത് യാക്കോബ് പറയുന്നതും ലാബാൻ പറയുന്നതും കേട്ട റാഹേലിന് വേണമെങ്കിൽ കുറ്റബോധം തോന്നി പറയാം, ഞാൻ അത് എടുത്തു കൊണ്ടുവന്നു അപ്പച്ച എന്നൊരു വാക്ക് പറഞ്ഞാൽ മതി. അവൾ പറഞ്ഞില്ല, മനംതിരിവ് വന്നില്ല. യാക്കോബ് കഠിന ശപഥം ചെയ്യുന്നുണ്ട്.
പരിശോധിച്ചോ, ആരെടുത്തെന്ന് വെച്ചാൽ അവർ കൊന്നോ എന്ന് പറയുന്നുണ്ട്. ആ സമയത്തെങ്കിലും അങ്ങനെ പറയല്ലേ, ഞാനാ ചെയ്തത്, എന്നോട് ക്ഷമിക്കേ എന്നൊന്നും ഒരു വാക്ക് പറഞ്ഞാൽ മതി. അവൾ പറഞ്ഞില്ല. പിന്നെ അവൾ ചെയ്യുന്ന പരിപാടി നമുക്കറിയാം. അവൾ അപ്പനെ വഞ്ചിക്കുകയാണ്. അപ്പനെ വഞ്ചിച്ച് അപ്പനോട് നുണ പറഞ്ഞു. ഞാൻ അപ്പോഴും ശ്രദ്ധിക്കുന്നുണ്ട്, അവളെ യാതൊരു സംശയവും ലാബാനില്ല. കാരണം ലാഭം ബാക്കിയുള്ളവരെ സംശയിക്കുന്നത്. അവരുടെ കൂടാരത്തിലൊക്കെ കയറി അവരുടെ കോപ്പുകളൊക്കെ പരിശോധിച്ചു. പിന്നെ റാഹേലിനെ പരിശോധിക്കാൻ താല്പര്യമില്ല. എങ്കിലും ഇനി അവളെയും കൂടെ പരിശോധിച്ചില്ലെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞെങ്കിലോ എന്ന് ഓർത്ത് അവസാനം വരുന്നുള്ളൂ. അവളെ അത്ര വിശ്വാസമായിരുന്നു. പക്ഷേ അവൾ ചെയ്തത് വഞ്ചന, ഭയങ്കര വലിയ വഞ്ചനയായി. ഒരു നിമിഷം ഇപ്പോഴെങ്കിലും മനം തിരിയാനൊരു അവസരം ഉണ്ടായിരുന്നെങ്കിൽ, ദൈവത്തെ അല്പമെങ്കിലും ഭയം ഉണ്ടായിരുന്നെങ്കിൽ, ഈ ഘട്ടത്തിലെങ്കിലും കുറ്റമേറ്റു പറഞ്ഞിരുന്നെങ്കിൽ അവളുടെ ജീവിതത്തിൽ ഈ നിലവിളിയുടെ അവസ്ഥ വരുമില്ലായിരുന്നു. അപ്പോ മാനസാന്തരപ്പെടാതെ അവള് ചെയ്ത ഏറ്റവും വലിയ ധിക്കാരപരമായ നടപടി കണ്ടപ്പോ ദൈവം അവളെ കൊല്ലുവാൻ തീരുമാനിച്ചു. അവൾ ചെയ്തിരിക്കുന്നത് ദൈവത്തിൽ നിന്ന് ഭയമില്ലാതെ ദൈവത്തെ വിട്ടകന്ന് അന്യ ദൈവങ്ങളെ കൂട്ടുപിടിച്ചിരിക്കുന്ന ഈ ഘട്ടം വന്നപ്പോൾ ഇനി അവളെ അനുഗ്രഹിക്കേണ്ട ഒരു കാര്യവും നമ്മുടെ ദൈവത്തിനില്ല. ദൈവം അവളെ കൊല്ലുവാൻ തീരുമാനിച്ചു. അവരുടെ യാത്ര മുന്നോട്ട് നീങ്ങുന്നു. വീടെത്താറായിട്ടുണ്ട്. എന്നാൽ എഫ്രാത്തയിൽ എത്തിയപ്പോൾ ഒരു കാഴ്ച കാണാം. അവൾക്ക് കഠിന വേദന വന്നു, പ്രസവവേദന വന്നു. നമുക്കറിയാം, ആ വേദന വന്നപ്പോൾ അവൾക്ക് മനസ്സിലായി, അവൾ കട്ടുകൊണ്ടുവന്ന, അവൾ കൂടെ വെച്ചിരുന്ന, അവൾ കയറിയിരുന്ന് സംരക്ഷിച്ച അവളുടെ ദൈവങ്ങൾക്കൊന്നിനും അവളെ സംരക്ഷിക്കാൻ കഴിയുന്നില്ല, രക്ഷിക്കാൻ കഴിയുന്നില്ല. തിരിച്ചറിവ് വന്ന ഒരു ഘട്ടമാണപ്പോൾ അവളെ ചൊല്ലി കരയാൻ തുടങ്ങി. കാരണം മറ്റൊന്നുമല്ല, ന്യായവിധിയുടെ കരങ്ങൾ അവളുടെ അടുക്കിലേക്ക് വരുന്നത് അവൾ കണ്ടു. മരണനീളുമായി ആ കരം അവളുടെ അടുത്തു വരുന്നത് അവൾ കണ്ടു. ആ കരം അടുത്തു വരും തോറും അവളിൽ വേദന വർദ്ധിക്കാൻ തുടങ്ങി. കഠിന വേദനയായി വർദ്ധിച്ചു വരാൻ തുടങ്ങി. അവളെ ചൊല്ലിയുള്ള വിലാപം പെട്ടെന്ന് അവൾക്ക് ഓർമ്മ വന്നു. എൻ്റെ മക്കൾ. എന്താ ഇവളെ മക്കളെ ചൊല്ലി ഇത്ര കരയാൻ കാരണം? കാരണം തൻ്റെ ജ്യേഷ്ഠത്തിയോടും അവരുടെ മക്കളോടും കഴിഞ്ഞ നാളുകളിൽ പെരുമാറിയത് കുറച്ച് കഠിനമായിട്ടാ. അവരോടൊന്നും സന്തോഷത്തോടെ പോയിട്ടില്ല. പലപ്പോഴും അസൂയപ്പെട്ടിട്ടുണ്ട്. പലപ്പോഴും അവരോട് നീരസപ്പെട്ട്, സ്തോത്രം, അവരോട് കഠിനമായി ഇടപെട്ട് വീട്ടിൽ കലഹമുണ്ടാക്കി നടന്ന ഇവള് അവരുടെ കയ്യിലേക്കാണ്, ആ ജ്യേഷ്ഠത്തിയുടെ കയ്യിലേക്കാണ് തൻ്റെ മക്കളെ കെട്ടാൻ പോകുന്നതെന്ന് ഓർത്തപ്പോ അവളുടെ ഹൃദയം കിടുങ്ങാൻ തുടങ്ങി. അയ്യോ, ഞാൻ എത്രയോ കാത്തിരുന്ന് കൊതിച്ച് കണ്ട എൻ്റെ മക്കളെ ഇനി കെട്ടാൻ പോകുന്നത് ആ ജ്യേഷ്ഠത്തെയും, ഞാൻ ക്രൂരത കാണിച്ച ജ്യേഷ്ഠത്തെയും മക്കളുടെയും കയ്യിലേക്കാ. അവരുടെ കയ്യിലെത്തിയാലത്തെ സ്ഥിതി അറിയാലോ, നമ്മുടെ ചരിത്രം അറിയുന്നതല്ലേ. അവർ കാണിച്ചത് കൊല്ലുവാൻ മടിച്ചില്ല എന്നുള്ള സത്യമല്ലേ. ഇതറിയുന്ന റാഹേൽ അത് ഓർത്തപ്പോ, മക്കളുടെ കാര്യം ഓർത്തപ്പോൾ, ആ ഗതികേട് ഓർത്തിട്ടാ മക്കളെ ചൊല്ലി കരച്ചിലോട് തുടങ്ങി. എന്നാൽ ദൈവത്തിൻ്റെ ഒരു വാഗ്ദത്തം ഉണ്ട്. അതാ യിരെമ്യാവിനോട് പറയാൻ വേണ്ടിയിട്ടാ ഈ രംഗമൊക്കെ കാണിച്ചു കൊടുത്തത്. അപ്പനോ അമ്മയോ പച്ച മുന്തിരിങ്ങ തിന്നു, അതിൻ്റെ പേരിൽ മക്കളുടെ വല്ല് പുളിക്കില്ല എന്ന് പറയുന്നൊരു കാലം വരാൻ പോവുക. ഇത് അന്ന് ഒരു നിഴലായിട്ട് നടന്നതാ. എന്താ കാര്യം? കരഞ്ഞാൽ മതി. അതല്ലേ യേശു തമ്പുരാൻ പറഞ്ഞത്. നിങ്ങളെ ചൊല്ലി, നിങ്ങളുടെ മക്കളെ ചൊല്ലി ഒന്ന് കരയാണെങ്കിൽ ഒരു രക്ഷയുണ്ട്. വെറുതെ കരയാൻ പറഞ്ഞല്ല. കരഞ്ഞോ അതുകൊണ്ട് ഗുണമില്ല എന്നല്ല പറഞ്ഞ, കരഞ്ഞാൽ ഗുണമുണ്ട്. ഒന്ന് കരഞ്ഞാൽ മതി, അവിടെ ഒരു രക്ഷയിരിക്കുക. ഇവളുടെ കരച്ചിൽ കണ്ടപ്പോ ശിക്ഷയുടെ കരം നീട്ടിയ ദൈവം വീണ്ടും മനസ്സലിഞ്ഞു. അന്ത്യനിമിഷത്തിൽ അവളുടെ മാനസാന്തരം കണ്ടിട്ട്, അവളുടെ നിലവിളി കണ്ട് മനസ്സലിഞ്ഞ ഒരു ദൈവത്തിന്റെ കരം കാണുമ്പോ ഞാൻ എന്റെ ദൈവത്തെ അറിയാതെ സ്തുതിക്കുക. ദൈവമേ, അങ്ങയുടെ മനസ്സലിവിന്റെ മുന്നിൽ ഞാൻ എന്റെ ശിരസ് നമിക്കുക. അപ്പാ, ഇത്രയും മനസ്സലിവൊന്നും ഇല്ലെങ്കിൽ ഞങ്ങളുടെ കാര്യം പോക്ക. ഓ, ഞങ്ങളുടെ തലമുറയും എന്തായിത്തീരും. അപ്പാ, നിലവിളിക്കുന്ന ഒരു ഘട്ടം വരിക. മക്കളെ ചൊല്ലി നിലവിളിക്കുന്ന എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, തലമുറയെക്കുറിച്ചുള്ള ദുഃഖത്താൽ എത്ര നാളുകളായി നീങ്ങുന്നു. അതിന്റെ മധ്യത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നു, നീ കരഞ്ഞാ മതി, അവർക്ക് വേണ്ടി ഒരു കണ്ണുനീരൊഴിക്കും. രാത്രിയാമങ്ങളിൽ നിന്റെ ദുഃഖം ദൈവം തന്നതാ. മക്കളെ ചൊല്ലി ഒരു ദുഃഖം തന്നിട്ടുണ്ടെങ്കിൽ ആ ദുഃഖം ദൈവം തന്നതാ. എന്തിനാണെന്നറിയോ? നിന്റെ ഒരു മാനസാന്തരം ദൈവം കാണാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതാണ് ആ ദൈവം തന്നത്. ആ ദുഃഖത്തിൽ നീ ഒന്ന് കരയൂ. കരയാമോ? ഇപ്പൊ കരയാണെങ്കിൽ കഠിനവേദനയിൽ പോയി കരയണ്ട.
ഒരു കഠിന വേദന വന്നിട്ട് കരയാതെ നിൽക്കാതെ അതിനു മുമ്പ് ഒന്ന് നിലവിളിക്ക്. ദൈവം മനസ്സലി. ആ കണ്ണുനീര് കണ്ടപ്പോൾ ദൈവം മനസ്സലിഞ്ഞു. ദൈവം മനസ്സലിഞ്ഞ് അവളുടെ അടുത്ത് വരിക, അവളെ ആശ്വസിപ്പിക്കുക. അവളോട് പറഞ്ഞു, നീ കരയണ്ട, നീ ആശ്വാസം ഏറ്റെടുത്തോ. നിന്റെ മക്കളുടെ പ്രശ്നമല്ലേ, അത് ഞാൻ ഏറ്റെടുത്തു. തലമുറയുടെ പ്രശ്നം ഞാൻ ഏറ്റെടുത്തു. തലമുറയുടെ പ്രശ്നം ഏറ്റെടുത്തപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നൊരു കാഴ്ച, പിന്നെ ഈ തലമുറയെ ചൊല്ലി അവൾ കരയണ്ട, സമാധാനത്തോടെ കണ്ണടച്ചോളം പറഞ്ഞു. നീ മരിച്ചോ. അവളുടെ മാനസാന്തരം ദൈവം അംഗീകരിച്ചു. ദൈവം അവൾക്ക് മരണം ഒരുക്കി കൊടുത്തു. അവളുടെ വേദന വിട്ടുമാറി. ആ വേദനയിൽ നിന്ന് ആശ്വാസ തീരത്തേക്ക് അവൾ കടന്നുപോയി. നമ്മൾ വിചാരിക്കും അവളെ റാഹേൽ നശിച്ചു പോയോ, അവളെ ശിക്ഷിച്ച് നശിപ്പിച്ചോന്ന്. ഇല്ലെന്നേ, അവളുടെ പേര് മായ്ച്ചു കളഞ്ഞില്ല. കാരണം അവസാന നിമിഷത്തിൽ അവൾ ദൈവത്തിലേക്ക് വന്നുള്ള നിലവിളിയിൽ ദൈവം ഇറങ്ങി വന്നു. അതുകൊണ്ട് റാഹേലിന്റെ പേര് മായ്ച്ചു കളഞ്ഞില്ലെന്നേ. ശ്രദ്ധിക്കൂ, രൂത്തിന്റെ പുസ്തകത്തിൽ അവളുടെ പേര് കിടക്കുക അല്ലേ? എന്തിനാണെന്നറിയോ? അനുഗ്രഹിക്കാൻ. എന്തിനു പറയുന്നു? വിവാഹ ശുശ്രൂഷയൊക്കെ കടന്നു കഴിഞ്ഞാൽ ദമ്പതിമാര് പാസ്റ്റർമാര് പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുമ്പോൾ ആ കൂട്ടത്തിൽ റാഹേലിന്റെ പേര് പറയും. എന്താ കാര്യം എന്നറിയോ? ദൈവം അവളുടെ പേര് മായ്ച്ചു കളഞ്ഞില്ല. ദൈവമക്കളെ, ഈ രംഗം ഇന്ന് കാണുമ്പോഴും കേൾക്കുമ്പോഴും എൻ്റെ ഹൃദയത്തിൽ ഒരു വല്ലാത്ത സന്തോഷം വരികയാ. കർത്താവിന്റെ സ്നേഹം ഓർത്തിട്ട് അവന്റെ മനസ്സലിവ് ഓർപ്പിച്ച് ദൈവമക്കളോട് ഞാൻ വീണ്ടും പ്രബോധിപ്പിക്കുക. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്ന കാര്യം, നിങ്ങൾ നിങ്ങളെ ചൊല്ലിയും നിങ്ങളുടെ മക്കളെ ചൊല്ലിയും ഒന്ന് കരയണം. എന്താ നമ്മളെ ചൊല്ലി ഒന്ന് കരയാനുള്ളത്? നമ്മൾ കുറച്ച് പച്ചമുന്തിരിങ്ങ തിന്നിട്ടുണ്ടെന്നേ, അതിൻ്റെ ഒരു പുളിപ്പുണ്ട്. പുളിപ്പ് പാപത്തെ കാണിക്കുന്നത്. ചില പച്ചമുന്തിരിങ്ങകൾ നമുക്ക് കൊതി തോന്നി നമ്മൾ കുതിച്ച ചില കാര്യങ്ങൾ, അതൊക്കെ ഒരു പുളിപ്പാ. പച്ചമുന്തിരിങ്ങ തിന്നിട്ടുണ്ട്. പഴയ നിയമവ്യവസ്ഥയായിരുന്നെങ്കിൽ തലമുറയോട് ചോദിക്കും. ആ വ്യവസ്ഥയ്ക്ക് മാറ്റമൊന്നും വന്നിട്ടില്ല. തലമുറയായി ശിക്ഷ അനുഭവിക്കേണ്ടി വരാം. എന്നാൽ ആ ശിക്ഷയിൽ നിന്ന് തലമുറയെ രക്ഷിക്കണോ? നിനക്കൊരു ഉദാഹരണം വേണമോ? വഴി ഒന്നേ ഉള്ളൂ, കരയുവിൻ. അവരെ ചൊല്ലി നീ ഒന്ന് കരയുവിൻ. കരയാൻ കഴിയൂ? അപ്പാ, ഞാൻ ഒന്ന് കരയട്ടെ, ഒന്ന് നിലവിളിക്കട്ടെ. ഇന്ന് രാത്രി ഒന്ന് നിലവിളിച്ചാൽ മതി. നമ്മുടെ തലമുറയ്ക്ക് ഇനി കഠിനതയില്ല. കാരണം കർത്താവ് അവരെ ഏറ്റെടുക്കും. ഒന്ന് കരഞ്ഞു കണ്ടാൽ മതി. ആ കരച്ചിലൂടെ നമ്മുടെ തലമുറയെ അവന്റെ കയ്യിലൊന്ന് കൊടുക്കാവോ? എത്ര ക്രൂരരായാണ് അവരെങ്കിലും അവരുടെ കൂടെ നടക്കുന്ന മക്കളെ ദൈവം കൈവിടില്ല. കാരണം നമുക്കറിയാം, ദൈവം ഏറ്റെടുത്ത തലമുറയുടെ കൂടെ ദൈവം നടക്കും. ജോസഫിന്റെ കൂടെ ദൈവം ഉണ്ടായിരുന്നു. മനസ്സിലായോ? അതല്ലേ അവനെ കൊന്നുകളയാൻ ഭാവിച്ച് അവരെല്ലാം കൈയെടുത്തപ്പോഴും രൂപേന്റെ മനസ്സിൽ ഒരു ചെറിയ ചഞ്ചലം, സഹോദരന്മാരുടെ ഇടയിൽ ഒരു ഭിന്നത. അവനെ കൊന്നുകളയാൻ കഴിഞ്ഞില്ല. അവനാ പൊട്ടക്കഴത്തിലിട്ട് പട്ടിണിക്കിട്ട് കൊല്ലുവാൻ കഴിഞ്ഞില്ല. അവരെ കൊണ്ട് തന്നെ വലിച്ചെടുപ്പിച്ചത്. കാരണം അവന്റെ പിന്നാലെ നടക്കുന്ന ഒരാളുണ്ട്. ആരാന്നറിയോ? ഏറ്റെടുത്ത ഒരു ദൈവമുണ്ട്. നമ്മുടെ തലമുറ ഏറ്റെടുക്കാൻ ദൈവം ഇന്നും വിശ്വസ്തനാണ്. അതാ നമുക്ക് തരുന്ന ആശ്വാസം. എങ്കിൽ നമുക്ക് സന്തോഷിക്കാം. കാരണം ഈ കാലഘട്ടത്തിൽ നാം ഏറ്റവും അധികം വ്യസനിക്കുന്നത് നമ്മുടെ തലമുറയെ കുറിച്ചാണ്. എന്താ ഈ ലോകം പോകുന്ന പോക്ക്? ഇനി വരാൻ പോകുന്ന വിപത്തുകളും പരീക്ഷണങ്ങളും അത്ര വലുതാകുമ്പോൾ, കർത്താവേ, നമ്മൾ ഇത്രയെങ്കിലും നാളുകൾ ജീവിച്ചു. നമ്മുടെ തലമുറ എങ്ങനെ കഴിഞ്ഞുകൂടി ഈ ലോകത്ത്? വക്രതയും കോട്ടമുള്ള തലമുറയാ. അത്രയും വക്രതയും കോട്ടമുള്ള ഇടമാ. എന്നാൽ അതിനപ്പുറത്ത് നമ്മൾ കാണുന്നത് ഈ വലിയ ദുരന്തങ്ങൾ നമ്മുടെ ചുറ്റും നടക്കുക. ഇതിനിടയിൽ നമ്മുടെ തലമുറ തകർന്നു പോകരുത്. അത് കാണുവാനും കേൾക്കുവാനും നമുക്ക് കരുത്തില്ലല്ലോ എന്ന് ഓർക്കുമ്പോൾ ഒരു കണ്ണുനീര് വരുന്നില്ലേ? കരഞ്ഞോ? ഈ സമയം അതിനു വേണ്ടി ദൈവം ഒരുക്കിയതാണ്. നാം ഒന്ന് കരഞ്ഞാൽ നമ്മുടെ തലമുറ അനുഗ്രഹിക്കപ്പെടും. ഈ രംഗം യിരെമ്യാവിന് കാണിച്ചു കൊടുക്കുകയാണ്. മനസ്സലിഞ്ഞ് മക്കളെ ഏറ്റെടുത്ത് ദൈവം അവരെ നടത്തുന്നത്, ആ കാര്യങ്ങളെല്ലാം കാണിച്ചു കൊടുത്തപ്പോൾ യിരെമ്യാവ് എഴുതി വെച്ചതാ, അപ്പന്മാർ പച്ചമുന്തിരിങ്ങ തിന്നാൽ മക്കളുടെ പല്ല് പുളിക്കും എന്ന് പറയുന്ന കാലം മാറാൻ പോവുക. ഇനി അങ്ങനെയില്ല. ആരെ പച്ചമുന്തിരിങ്ങ തിന്നെന്ന് വെച്ചാൽ അവരുടെ പല്ല് പുളിക്കുള്ളൂ. ഇനി യാക്കോബിന്റെ കരച്ചിലേക്ക് ഞാനൊന്ന് ഓടി വരട്ടെ. യാക്കോബ് കരയുന്നുണ്ട് ജോസഫിന്റെ വാർത്ത കേട്ടപ്പോൾ.
റാഹേല് മരിച്ചപ്പോൾ കരഞ്ഞ കരച്ചിലൊന്നുമല്ല, തലമുറയെക്കുറിച്ചുള്ള കരച്ചില്ല. ആ സമയത്താണ് ജോസഫിന് മാനസാന്തരത്തിന്റെ ടച്ച് വന്നത്. നമ്മൾ ചിന്തിക്കുന്നത് യാബോക്ക് കടവില് ദൂതനായിട്ട് മല്ല് പിടിച്ചപ്പോൾ യാക്കോബ് മാനസാന്തരപ്പെട്ടെന്നാ. ഇല്ലെന്നേ. ദൈവം ആഗ്രഹിച്ച മാനസാന്തരം ആ ഘട്ടത്തിൽ നടന്നിട്ടില്ല. വീണ്ടും ഒരു അടി കിട്ടിയെന്ന് കണ്ടപ്പോഴാണ് യാക്കോബിന് മനസ്സിലായത്, അനുഗ്രഹം അവിടുന്ന് ഏറ്റുവാങ്ങിയാലും ഇപ്പൊ തിന്മ ഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്നിൽ പ്രശ്നമുണ്ട്. തിരിഞ്ഞു നോക്കിയപ്പോ യാക്കോബിന് മനസ്സിലായി, യാക്കോബ് ഒത്തിരി പച്ചമുന്തിരിങ്ങ തിന്നിട്ടുണ്ട്. അപ്പന്റെ മുന്നിൽ തിന്ന പച്ചമുന്തിരിങ്ങ, അമ്മായിപ്പന്റെ മുന്നിൽ തിന്ന പച്ചമുന്തിരിങ്ങകൾ, ജ്യേഷ്ഠന്റെ മുന്നിൽ തിന്ന പച്ചമുന്തിരിങ്ങ, ഒന്നും രണ്ടും ഒന്നും അല്ല തിന്നേക്കുന്നത്. ഇതിന്റെ പുളിപ്പ് എന്റെ മകനല്ലേ അനുഭവിക്കുന്നത്, ഞാനാ തിന്നത്. അവൻ ഇന്നേ വരെ ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ. അയ്യോ, മറ്റെല്ലാവരെ കുറിച്ച് ഒരു അഭിപ്രായമുണ്ട്. രൂപേനാണെങ്കിലും കണക്കാ അല്ലേ? മറ്റെല്ലാ മക്കളുടെയും കഥയൊക്കെ നമുക്കറിയാം. ദാനായാലും നപ്താലി ആയാലും ആരായാലും കണക്കാ. എന്നാ ഇവൻ നിഷ്കളങ്കനാ. ഇവനെ ദൈവം തൊടുന്നേ. ഇവൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ. അപ്പാ, അതോർത്തപ്പോഴാ യാക്കോബിന് മനസ്സിലായത്, ഞാൻ തിന്ന പച്ചമുന്തിരിങ്ങ നിമിത്തം എന്റെ മകന്റെ പല്ല് പിടിക്കുക. അത് അവന് കരച്ചിലടക്കാൻ വയ്യാതെ കരച്ചിൽ തുടങ്ങിയപ്പോ ചൈതന്യം മുഴുവൻ പോയത്. ഞാൻ ദുഃഖത്തോടെ പാതാളത്തിലേക്ക് ഇറങ്ങും. എന്നാൽ കരഞ്ഞു, യാക്കോബ് കരഞ്ഞു. ആ സമയത്തെങ്കിലും കരഞ്ഞു. ആ സമയത്ത് ഗമ കാണിച്ച് എനിക്ക് ഇനിയും 11 മക്കളുണ്ടെന്ന് പറഞ്ഞ അഹങ്കാരം പറയാതെ നിലവിളിക്കാൻ തയ്യാറായപ്പോ ആ നിലവിളിയുടെ മധ്യത്തിൽ ദൈവം മനസ്സലിഞ്ഞു. നോക്ക്, നഷ്ടപ്പെട്ട ചൈതന്യം മടക്കി തരുവാൻ, നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ തലമുറയെ തിരിച്ചയച്ച് നഷ്ടപ്പെട്ട ചൈതന്യം മടങ്ങി വരുന്നത് കാണുന്ന ഒരു കാഴ്ചയുണ്ട്. ജോസഫിന്റെ രഥങ്ങളെ കണ്ടപ്പോ യാക്കോബിന് ഒരു ചൈതന്യം വന്നു. ശവം പോലെ കിടന്നിരുന്ന യാക്കോബ് ബെഡിൽ നിന്ന് ചാടി എഴുന്നേൽക്കുകയാണ്. ദൈവമക്കളെ, നമ്മെ ഉദ്ധരിക്കാൻ കഴിയുന്ന, അവശരായി പോയ നമ്മുടെ ശരീരത്തെ പോലും ജീവൻ പകരാൻ തക്കൊണ്ടം ദൈവത്തിന്റെ കൃപ വ്യാപരിക്കുവാൻ ഒരു പ്രാർത്ഥന മതി, ഒരു കരച്ചിൽ മതി. തലമുറയ്ക്ക് വേണ്ടി ഒന്ന് കരയാൻ കഴിഞ്ഞാൽ എഴുന്നേറ്റ് നിലവിളിക്ക. യാരംഭത്തിലോ യാമം അവസാനിക്കുന്ന സമയമാകട്ടെ, നമ്മുടെ നിലവിളി സ്വർഗത്തിലൊന്ന് എത്തിയാൽ മനസ്സലിയുന്ന ഒരു ദൈവം നമുക്കുള്ളത് കൊണ്ട് ഇന്ന് നമുക്ക് അവന്റെ അടുക്കലേക്കൊന്ന് കടന്നു വരാം. വാക്കുകൾ ചുരുക്കട്ടെ. കർത്താവ് ഓർമ്മപ്പെടുത്തുന്നത് ഇങ്ങനെയാ, ക്രൂശെടുത്ത് നടന്നു പോകുമ്പോഴും തൻ്റെ വേദനയെക്കുറിച്ച് ഓർക്കുന്നതിനേക്കാൾ ഉപരിയായിട്ട് കർത്താവ് കണ്ടു നാം അനുഭവിക്കാൻ പോകുന്ന വേദന അതിലും വലുതാ. ശരിയാണോ? ഈ വേദന അനുഭവിക്കുമ്പോഴും നമുക്കൊരു ഉപദേശം തരുന്നുണ്ട്. മറക്കല്ലേ, അതിനെ ഗൗരവമില്ലാതെ തള്ളരുതേ. അത് യെരുശലേം പുത്രിമാരോടൊന്നും പറഞ്ഞ് തള്ളല്ലേ. തലമുറയെക്കുറിച്ചും നമ്മെക്കുറിച്ചുള്ള ദുഃഖം നമ്മെ എല്ലാവരെയും ഭരിക്കുന്നതാ. ഈ ഭൂമി ജനിച്ച എല്ലാ മനുഷ്യരെയും ഭരിക്കുന്നതാ. അതുകൊണ്ടാ ആ മരണസമയത്ത് പറഞ്ഞ വാക്യത്തിന് ഇത്രയധികം പ്രാധാന്യം വന്നത്. ഇനി ഞാനൊന്ന് പറയാം. ഇങ്ങനെ നിലവിളിക്കുമ്പോൾ കർത്താവ് മനസ്സിലെയും കാരണം എന്താണെന്നറിയാമോ? തൻ്റെ പുത്രനെ തകർത്ത് കളയുന്നത് പിതാവ് നോക്കി കണ്ടതാണേ. പിതാവ് ആ വേദന അനുഭവിച്ചതാ. നമ്മളൊക്കെ അനുഭവിച്ചേക്കാൾ വലിയ വേദന. നാം തിന്ന പച്ചമുന്തിരിങ്ങയ്ക്ക് പകരം ഒരു പാപവും ചെയ്യാത്ത സ്വന്തം പുത്രനെ തകർത്ത് കളയുവാൻ ഒരു പ്രസാദം തോന്നി. എൻ്റെ ഹൃദയം തകരുക. ദൈവമേ, അങ്ങ് കാണിച്ച കരുണ, അങ്ങ് ഈ വേദന തിരിച്ചറിഞ്ഞവനാ. അതുകൊണ്ടാ ഈ ഒരു കാലം വന്നത്. യെരമ്യാ പ്രവചനത്തിലൂടെ പറഞ്ഞ കാലം വന്നു. എന്താ കാലം? ഇനി അപ്പം തിന്ന പച്ചമുന്തിരിങ്ങയുടെ പേരിൽ മക്കളെ ശിക്ഷിക്കില്ല. ഒരു കാര്യം ചെയ്യണം. പക്ഷേ എന്താ ചെയ്യേണ്ടത്? ഒന്ന് കരയുക, ഒന്ന് നിലവിളിക്കുക. എത്ര പച്ചമുന്തിരിങ്ങ തിന്നതാണെങ്കിലും ഒന്ന് നിലവിളിക്കാൻ തയ്യാറാണ്. ഈ കാലഘട്ടം ദൈവം ഒരുക്കിയിരിക്കുന്നതാ. ഓമനകുമാരനെ തകർത്ത് കളയാൻ തോന്നിയ ദൈവം ഈ വേദന കണ്ടതാ. നമ്മുടെ വേദന, ഹൃദയവേദന അറിയുന്ന ദൈവം മനസ്സലിഞ്ഞു വന്ന് നമ്മെയും രക്ഷിക്കും, നമ്മുടെ തലമുറയും രക്ഷിക്കും. ആ രക്ഷകന്റെ സന്നിധിയിൽ നമ്മളെ തന്നെ സമർപ്പിക്കാം. സർവശക്തനായ ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. ഗോഡ് ബ്ലസ് യു.